MSലെ പുതിയൊരുള്ളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഇതിനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. EVM ലത തിയേറ്റർ. നമുക്ക് EVM ലതയുടെ ഫ്രണ്ടിലത്തെ ഒരു എൻട്രി തൊട്ട് നമുക്ക് തുടങ്ങിയാലോ. ഫ്രണ്ടിലത്തെ എൻട്രി, പാർക്കിംഗ്, അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് പോകാം. ആദ്യം നമുക്ക് ഫ്രണ്ടിലത്തെ എൻട്രി തൊട്ട് നമുക്ക് തുടങ്ങാം. തിയേറ്ററിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂയും കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഏറ്റവും മുകളിലായിട്ട് EVM ലത 4K എന്ന് കൊടുത്തിരിപ്പുണ്ട്. സെൻറ്ററിലോട്ട് വരുമ്പോൾ ഒരു ഫിലിമിൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബോക്സ് സർക്കിൾ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ആ ബോക്സ് സർക്കിളും അതുവഴിയാണ് താഴെ കാണുന്ന വഴിയാണ് നമ്മുടെ എൻട്രിയും കാര്യങ്ങളും വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ചെറിയൊരു ആർച്ച് പോലെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സൈഡിലത്തെ ഒരു ബോക്സ് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് വരുന്നത് കേട്ടോ. ഒരു നല്ല രീതിയിൽ തന്നെ ഒരു നീറ്റ് ആൻഡ് വർക്കാണ് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ EVM ലത തിയേറ്റർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിലുള്ള എൻട്രിയും കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അതാണ് ഫ്രണ്ട് ഗേറ്റിംഗ് കാര്യങ്ങൾ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ തന്നെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തേക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ പോസ്റ്റർ വർക്കും കാര്യങ്ങളും ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട്. പോസ്റ്ററും അതുപോലെ തന്നെ നോട്ടീസും രീതിയിൽ എല്ലാം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഓഫീസും കാര്യങ്ങളും അവിടെയാണ് വരുന്നത് കേട്ടോ. നമുക്കിനി അങ്ങോട്ട് പോകാം. അവിടെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കാണുന്നത് നമ്മുടെ സിനിമയുടെ പോസ്റ്റർ വർക്കും കാര്യങ്ങളും ഫ്രണ്ടിൽ ഒരു ഫ്രെയിം രീതിയിൽ തന്നെ ചെയ്തിരിപ്പുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന പടവും ഇനി ഓടാനുള്ള പടത്തിൻ്റെയൊക്കെ പോസ്റ്റർ വർക്ക് സൈഡിലായിട്ടും നമുക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്കിനി അകത്തോട്ട് കയറിയിട്ട് ബാക്കിയുള്ള വ്യൂയും കാര്യങ്ങളും ബോക്സ് ഓഫീസിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ബോക്സ് ഓഫീസിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് വെച്ചാൽ സിനിമ തിയേറ്ററിനകത്തെ സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫോൺ പേ സൗകര്യം കാര്യങ്ങൾ നമ്മുടെ തിയേറ്ററിനകത്തുണ്ട്. ജെൻസ് ആൻഡ് ലേഡീസ് എന്ന് എഴുതിയപ്പോൾ ഫസ്റ്റ് സ്ക്രീനിൻ്റെയാണ് സീറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നത്. ഇത് സെക്കൻഡ് സ്ക്രീനിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്പ്ലേയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സീറ്റും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു തരുന്നതായിരിക്കും നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും. അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് സൗകര്യവും കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് നേരെ പാർക്കിങ്ങിലോട്ട് പോകാം. നമ്മുടെ തിയേറ്ററിലെ ടൂ വീലർ പാർക്കിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. എന്നാൽ വിശാലമായിട്ടുള്ള ഒരു ടൂ വീലർ പാർക്കിംഗ് കാര്യങ്ങളും നമ്മുടെ തിയേറ്റർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് അപ്പുറത്തെ സൈഡ് നമുക്ക് വരുമ്പോൾ കാർ പാർക്കിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്താണ് നമ്മുടെ കാർ പാർക്കിംഗ് വരുന്നുണ്ട്. ഇവിടെ മാത്രമല്ല കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ ടൂ വീലർ പാർക്കിങ്ങും വരുന്നത്. ഇനിയും തൊട്ടപ്പുറത്ത് സ്ഥലങ്ങളിൽ നമുക്ക് ടൂ വീലർ പാർക്കിങ്ങും കാർ പാർക്കിംഗ് എല്ലാം വരുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം ഇവിടം വരെയുണ്ട് നമ്മുടെ തിയേറ്ററിലെ പാർക്കിംഗ് ഏരിയ മൊത്തത്തിൽ നമുക്കൊന്ന് കാണാം കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് നടന്ന് നമുക്ക് നോക്കാം എവിടം വരെയാണ് നമ്മുടെ തിയേറ്ററിലെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഈ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ഞാൻ തിയേറ്റർ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഫേസും കാര്യങ്ങളും കൂടുതലായിട്ട് നമുക്ക് കാണിച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റാത്തത്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഫേസ് അല്ലല്ലോ കാണേണ്ടത്, നമ്മുടെ തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ അറിയാനല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തിയേറ്റർ വിശേഷം മാത്രം കൂടുതലും കാണിക്കുന്നത്, ഫേസ് കുറച്ചും കാണിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അത് ചോദിച്ചവർക്കൊക്കെ ഉള്ള മറുപടിയും കൂടിയാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ ടൂ വീലർ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് കാർ പാർക്കിംഗ് ആണ് കേട്ടോ. ഈ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ തിയേറ്ററിൽ കാർ പാർക്കിംഗ് ഏരിയ ആണ് മൊത്തത്തിൽ വരുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ ടൂ വീലർ പാർക്കിംഗ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ കൂടുവാണെങ്കിൽ തൊട്ടിപ്പുറത്ത് കാണുന്ന ഗേറ്റ് വഴിയാണ് കേട്ടോ നമ്മുടെ എൻട്രിയും കാര്യങ്ങളും വരുന്നത്. ഫ്രണ്ട് ഗേറ്റ് വഴിയായിരിക്കത്തില്ല പോകുന്നത്. കാർ പാർക്കിംഗ് ഒക്കെ ഈ വഴിയായിരിക്കും തിരിച്ച് തിരക്കും കാര്യങ്ങളുള്ള സമയങ്ങളിൽ വിടുന്നത് കേട്ടോ. അതാണ് നമ്മുടെ തിരിച്ചുള്ള ഗേറ്റും കാര്യങ്ങളും വരുന്നത് കാർ പാർക്കിങ്ങിൻ്റെ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പാർക്കിംഗ് ഏരിയ തന്നെ നമ്മൾ വിശാലമായിട്ട് തന്നെ ടൂ വീലറും കാറും എല്ലാം നമ്മുടെ തിയേറ്റർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് പോയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാലോ. ഇവിടെയാണ് നമ്മുടെ തിയേറ്ററിലെ എൻട്രിയും കാര്യങ്ങളും വരുന്നത്. നമുക്കിനി അകത്തോട്ട് പോയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. ബോക്സ് ഓഫീസിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ എൻട്രിയും കാര്യങ്ങളും തിയേറ്ററിനകത്തോട്ട് വരുന്നത്. നമുക്കിനി അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ ഇനി ഇറങ്ങാൻ പോകുന്ന പടത്തിൻ്റെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചതുകൊണ്ട് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഓരോ സിനിമയുടെ ഓരോ പോസ്റ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മാർക്കോ മൂവിയുടെ പോസ്റ്ററും കാര്യങ്ങളാണ് നമ്മളീ കാണുന്നത്. തൊട്ടടുത്ത് ഇനി അടുത്ത് ഇറങ്ങാൻ പോകുന്ന പടത്തിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നോട്ടീസ് ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ക്യാൻറ്റീൻ ഏരിയയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ തിയേറ്ററിലെ ക്യാൻറ്റീൻ ഏരിയയും കാര്യങ്ങൾ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ തിയേറ്ററിലെ ഒരു ക്യാൻറ്റീൻ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ ആവശ്യങ്ങളുമുള്ള എല്ലാ രീതിയിൽ തന്നെയാണ് ക്യാൻറ്റീൻ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും നമ്മുടെ ക്യാൻറ്റീൻ ഏരിയൻ്റെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമുക്കൊരു സൈഡ് വ്യൂ മാത്രമാണ് ഇപ്പം കണ്ടത്. നമുക്കൊരു ഫുള്ളായിട്ടുള്ള ഒരു ക്യാൻറ്റീൻ ഏരിയയുടെ ഫുള്ളൊന്ന് കാണാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് സ്ക്രീൻ 1ഉം സ്ക്രീൻ 2ഉം ഈ വഴി അങ്ങോട്ട് പോകുന്നിടത്താണ് നമ്മുടെ സ്ക്രീൻ 1ഉം കാര്യങ്ങളും. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും പോസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പടം ഓടിക്കൊണ്ടിരിക്കുന്നതും ഇനി ഓടാനുള്ളതിൻ്റെയൊക്കെ സ്ക്രീൻ 1ഉം കാര്യങ്ങളും നമുക്ക് ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ സ്ക്രീൻ 1ൻ്റെ എൻട്രിയും കാര്യങ്ങളും വരുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സ്ക്രീൻ 2ഉം കാര്യങ്ങളും വരുന്നത്. അവിടെയും കൂടെ നമുക്ക് പോയി കാണിക്കാം.
നല്ല രീതിയിലുള്ളൊരു ഇൻറ്റീരിയർ ഡിസൈൻ തന്നെയാണ് നമ്മുടെ തിയേറ്ററിലെ OD1 OD2 എൻട്രിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ലൈറ്റ് വർക്കും ഗോൾഡ് തീമിലുള്ള ഇൻറ്റീരിയർ ഡിസൈനും വളരെയധികം മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ OD2 കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ. നമ്മൾക്ക് സൈഡിലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഗോൾഡ് തീമിലുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ്. നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് ആൻഡ് ഒരു ഓറഞ്ച് തീമിലാണ് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളും വരുന്നത്. ഇനി നമുക്ക് നേരെ OD1 നമുക്ക് കയറിയാലോ. ഇനി നമുക്ക് OD1 പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് നമ്മുടെ OD1 കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. നേരെ അകത്തോട്ട് പോകാം. ഇപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴയിലെ EVM സിനിമാസിലെ OD1 നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ആദ്യം ഇൻറ്റീരിയർ ഡിസൈൻ തൊട്ട് നമുക്ക് തുടങ്ങിയാലോ. നേരെ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻ പറഞ്ഞു തുടങ്ങാം. നമ്മുടെ തിയേറ്ററിലെ ഇൻറ്റീരിയർ ഡിസൈനെ കുറിച്ച് പറയാൻ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത്. ബ്ലാക്ക് കോംബോയ്ക്കകത്ത് ഗോൾഡ് LED ലൈറ്റും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും ഇൻറ്റീരിയർ ഡിസൈൻ്റെ ഒന്ന് കാണാം കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീനോടെ തന്നെയാണ് നമ്മുടെ തിയേറ്ററിലെ ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ തിയേറ്ററിലെ സീറ്റിംഗ് കാര്യങ്ങളോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നേരെ സീറ്റിലോട്ട് പോകാം. തിയേറ്ററിൻ്റെ സീറ്റിലോട്ട് പോകുവാന്ന് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോംബോയിലാണ് സീറ്റിംഗ് കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി 292 നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് OD1. അതുപോലെ തന്നെ ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും ഈടാക്കുന്നത് 150 രൂപയാണ്. നല്ല അടിപൊളി ഒരു രീതിയിൽ തന്നെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഫുള്ളൊരു സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ നമുക്ക് ലെഗ് സ്പേസും കാര്യങ്ങളും ഒന്ന് നോക്കാം. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ലെഗ് സ്പേസും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി സീറ്റിൻ്റെ ഫുള്ളൊരു അറേഞ്ച്മെൻറ്റിൻ്റെ ബാക്ക് വരെ പോയതിനു ശേഷം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് സീറ്റിംഗ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും സ്റ്റേഡിയം കട്ടും കാര്യങ്ങളുമാണ് ചെയ്തിരിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീനോട്ടാണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും സൂക്ഷിച്ച് തന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. നമുക്ക് ഏറ്റവും ബാക്കിലോട്ട് പോകാം. എന്നിട്ട് സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും നമുക്ക് നോക്കാം. അങ്ങനെ സീറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റ് 150 രൂപയും ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി 292 വരുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡുള്ള സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളാണ് വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള ലെഗ് സ്പേസും കാര്യങ്ങളും എല്ലാം നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്റ്റേഡിയം കട്ട് വന്നതുകൊണ്ട് തന്നെ നല്ല വിശാലമായിട്ട് തന്നെ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ സീറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ നമ്മുടെ തിയേറ്ററിലെ സൗണ്ടിനെ കുറിച്ച് നമുക്ക് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ തിയേറ്ററിലെ സൗണ്ടിനെ കുറിച്ചാണ്. ഡോൾബി 7.1 സറൗണ്ടും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ചെയ്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റം. സ്പീക്കേഴ്സ് സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ JBLൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഫുള്ളൊരു സ്പീക്കേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നോക്കാം. ഏറ്റവും ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കേഴ്സിൻ്റെ ആ ലോഗോയും കാര്യങ്ങളും JBLൻ്റെ കാണാം കേട്ടോ. ഏറ്റവും ബാക്കിലോട്ടൊന്ന് പോകാം. അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് സ്പീക്കർ എപ്പോഴും നമ്മുടെ കയ്യെത്താതെ ദൂരത്ത് എത്തുന്നത് കേട്ടോ. JBLൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളും. ഇവിടെയാണ് നമ്മുടെ പ്രൊജക്ടർ റൂമും കാര്യങ്ങളും വരുന്നത്. ക്രിസ്റ്റിയുടെ പ്രൊജക്ടറും കാര്യങ്ങളാണ്. അകത്ത് പോയതിനു ശേഷം നമുക്ക് വിശദമായിട്ട് പ്രൊജക്ടറിനെ കുറിച്ചും മോഡലും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മുടെ തിയേറ്ററിലെ സ്ക്രീനെ കുറിച്ച് പറയാം. അങ്ങനെ നമ്മൾ സൗണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ തിയേറ്ററിലെ സ്ക്രീനെ കുറിച്ചുള്ള സൈസും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. സ്ക്രീനിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഓഡിറ്റോറിയത്തിന് ഒത്തിണങ്ങിയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. സ്ക്രീൻ സൈസിലോട്ട് പോവുകയാണെങ്കിൽ 35x15 സ്ക്രീൻ സൈസും കാര്യങ്ങളും വരുന്നത്. തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സ്ക്രീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാലലൈറ്റ് സ്ക്രീനും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ സീറ്റിലിരുന്ന് നമുക്ക് സ്ക്രീൻ സൈസും കാര്യങ്ങളും നോക്കിയാലോ. നേരെ നമുക്ക് ഓരോ സീറ്റിലിരുന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട് സീറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല അത്യാവശ്യം ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനും സീറ്റും തമ്മിലുള്ള കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സീറ്റിൽ ഇരുന്ന് നോക്കിയാലോ സ്ക്രീനിൻ്റെ സൈസും കാര്യങ്ങളും എങ്ങനെയാണെന്ന്.
ഫ്രണ്ട് സീറ്റിൽ ഇരുന്നുള്ള സ്ക്രീനിൻ്റെ സൈസും കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണിക്കുന്നത്. എന്നിട്ട് സെൻറ്ററിലോട്ടും ഏറ്റവും ലാസ്റ്റത്തെ സീറ്റിലോട്ടും ഇരുന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് സീറ്റ് ഇരുന്നുള്ള സ്ക്രീനിൻ്റെ സൈസും കാര്യങ്ങളും നോക്കാം. ഫ്രണ്ട് സീറ്റ് ഇരുന്നുള്ള സ്ക്രീനിലോട്ടുള്ള വ്യൂവും കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസ് തന്നെയാണ് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നത്. എന്തായാലും നമുക്കിനി സെൻറ്ററിലോട്ട് പോയിട്ട് അവിടെ നിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളും നമുക്ക് നോക്കാം. സെൻറ്റർ ഭാഗത്തോട്ട് നമുക്ക് പോകാം. ഇനി നമുക്ക് ഒരു സെൻറ്റർ സീറ്റിലോട്ട് ഇരുന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം സ്ക്രീനിൻ്റെ സൈസും കാര്യങ്ങളും. സെൻറ്റർ സീറ്റിൽ നിന്നുള്ള വ്യൂയും കാര്യങ്ങളാണ് നമ്മളിപ്പം കാണുന്നത്. അത്യാവശ്യമല്ല നല്ലൊരു ബിഗ് സ്ക്രീൻ സൈസ് തന്നെയാണ് നമ്മുടെ തിയേറ്ററിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഒരു ബാക്കിലത്തെ സീറ്റിലോട്ട് പോയതിനു ശേഷം അവിടെ നിന്നുള്ള ഒരു വ്യൂയും കാര്യങ്ങളും കാണാം. ഏറ്റവും ബാക്കിൽ നിന്നിട്ട് നമ്മുടെ സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു ഉഗ്രൻ ഓഡിറ്റോറിയത്തിന് പറ്റിയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ തിയേറ്ററിലെ സ്ക്രീനിൻ്റെ സൈസും ഓരോ സീറ്റിലിരുന്നുള്ള സ്ക്രീനിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളും എല്ലാം കൃത്യമായി കാണിച്ചു. ഇനി നമുക്ക് നമ്മുടെ തിയേറ്ററിലെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. നമുക്കൊരു വീഡിയോയും കാര്യങ്ങളും നോക്കാം. നേരെ വീഡിയോ കണ്ടതിന് ശേഷം വരാം. വീഡിയോ സോങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല അടിപൊളി ഒരു ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് സൗണ്ടാണ് നമ്മുടെ EVM ലതയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു EVM സിനിമാസിൻ്റെ എല്ലാ തിയേറ്ററിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സൗണ്ടിനായിരിക്കും. അത് നമ്മൾ EVM പെരുമ്പാവൂർ പോയപ്പോഴും നമുക്ക് അനുഭവപ്പെട്ട ഒരു സംഭവമാണ്. നല്ല അടിപൊളി സൗണ്ടായിരുന്നു കേട്ടോ. EVM ലതയിലെയും നല്ല കിഡിലെ ഒരു സൗണ്ട് തന്നെയാണ്, എടുത്ത് തന്നെ പറയാം, നല്ല കിഡിലാണ്. ഇനി നമുക്ക് നേരെ പ്രൊജക്ട് റൂമും കാര്യങ്ങളും നോക്കാൻ പോയാലോ. നേരെ ഇനി പ്രൊജക്ട് റൂമിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നിൽക്കുന്നത് പ്രൊജക്ട് റൂമിലാണ്. ക്രിസ്റ്റിയുടെ 4K RGB ലേസർ പ്രൊജക്ഷനും കാര്യങ്ങളാണ് വരുന്നത്. നമുക്കൊരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും കാണാം. സൂം ലെൻസും കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ഏറ്റവും മുകളിൽ നമ്മുടെ ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ക്രിസ്റ്റിയുടെ, ഒന്ന് കാണാം. ക്രിസ്റ്റിയുടെ ഏറ്റവും മുകളിൽ പേരും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. തിയേറ്ററിലെ പ്രൊജക്ടറിൻ്റെ മോഡലിലോട്ട് വരുമ്പോൾ CP 4330 RGB ആണ് വരുന്നത്. ലേസർ പ്രൊജക്ഷനും കാര്യങ്ങളും. നമുക്കൊരു സൈഡിലത്തെ ഒരു ഫുള്ളൊരു വ്യൂയും കാര്യം കാണാം. ഇത് സ്ക്രീനും കാര്യങ്ങളുമാണ്. മൊത്തത്തിൽ കൺട്രോളും പാനലിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. എന്ത് വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനും ഓഫ് ചെയ്യാനും ഇപ്പോൾ എല്ലാം ഈ സ്ക്രീനിലൂടെ നമുക്ക് നടക്കുന്നതായിരിക്കും. നമുക്കിനി ഓപ്പോസിറ്റ് സൈഡിലൂടെ ഒരു വ്യൂയും കാര്യങ്ങളും നോക്കാം. മെയിൻ സർവറും കാര്യങ്ങളുമാണ് ഈ ഇരിക്കുന്നത്. 3Dയും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മുടെ തിയേറ്ററിനകത്ത്. 4K RGB ലേസർ പ്രൊജക്ഷൻ വിത്ത് 3Dയും കാര്യങ്ങളാണ് വരുന്നത്. 3D ആണ് നമ്മളാ കാണുന്നത്. 3Dയും കാര്യങ്ങളുമാണ് കേട്ടോ. 4K RGB ലേസർ പ്രൊജക്ഷൻ വിത്ത് 3D. ഇങ്ങനെ പ്രൊജക്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മളെ സൗണ്ടിലോട്ട് പോകാം. സൗണ്ടിലോട്ട് പോവുകയാണെങ്കിൽ QSCയുടെയാണ് ആംപ്ലിഫയറും കാര്യങ്ങളും യൂസ് ചെയ്തിരിക്കുന്നത്. ഡോൾബിയുടെ മെയിൻ ചാനൽ പ്രൊസസ്സറാണ് ഇരിക്കുന്നത്. CP 750 യൂസ് ചെയ്തിരിക്കുന്നത് ഡോൾബിയുടെ മെയിൻ ചാനലും കാര്യങ്ങളും. താഴോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സബ് ചാനലിൻ്റെയൊക്കെ ആംപ്ലിഫയറും കാര്യങ്ങളാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ OD1 പ്രൊജക്ട് റൂമും ഹാളിനകത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി കാണിച്ചു. ഇനി നമുക്ക് നേരെ OD2 ബാക്കിയുള്ള ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കിയാലോ. നേരെ OD2 പോകാം.